ഇറാൻ പിടികൂടിയ ഇസ്രായേൽ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കൾ. ഇന്നലെ രാവിലെയാണ് മകൻ അവസാനമായി വിളിച്ചതെന്നും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് കമ്പനി അറിയിച്ചെന്നും കപ്പൽ ജീവനക്കാരനായ ശ്യാംനാഥിന്റെ അച്ഛൻ വിശ്വനാഥ് പറഞ്ഞു. 3 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളത്. യുഎഇയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കമ്പനിയായ MSCയുടെ ഏരിയസ് എന്ന ചരക്ക് കപ്പലാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. വിഷു ആഘോഷ ഒരുക്കങ്ങൾക്കിടെ ശനിയാഴ്ചയാണ് മകനടക്കം 25 ജീവനക്കാർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലായത് കോഴിക്കോടുള്ള ശ്യാംനാഥിന്റെ കുടുംബം അറിയുന്നത്. ശ്യാമിനെ കൂടാതെ മലയാളികളായ പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് നിന്നുള്ള ദിനേശ് അടക്കം 25 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ പിടിച്ചെടുത്ത വിവരം മുംബൈയിലെ ഓഫീസിൽ നിന്നും ഇന്നലെ ഉച്ചയോടെയാണ് അറിയിച്ചതെന്ന് ശ്യാംനാഥിന്റെ അച്ഛൻ വിശ്വനാഥ് പറഞ്ഞു. 1 മണിക്ക് MSC ഷിപ്പിംഗ് കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനീൻ്റെ ഓഫീസ് ഫ്രം ബോംബെ, അവിടുന്ന് അവർ ഒരു ക്യാപ്റ്റൻ പ്രതാപ് വിളിച്ചു. ഇങ്ങനെ ഷിപ്പ് ദുബായ് വിട്ടു അബൌട്ട് 90 നോട്ടിക്കൽ മൈൽസിൽ ഇറാൻ്റെ ഹെലികോപ്റ്റർ വന്ന് അവരെ അറ്റാക്ക് ചെയ്തു. ഷിപ്പിലിറങ്ങി അറ്റാക്ക് ചെയ്തു. അവർക്ക് അവിടുത്തെ ഗാർഡ് തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ അവർ അറ്റാക്ക് ചെയ്തു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണം, അല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് 8 വർഷമായി MSC കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. യാത്ര പുറപ്പെടും മുൻപ് ദുബായിൽ നിന്നാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചതെന്ന് മാതാവ് ശ്യാമള പറഞ്ഞു. 7:30-8 മണീൻ്റെ ഉള്ളിലാണ് വിളിച്ചത്. അപ്പോൾ അവൻ ദുബായ് വിട്ടു. ബോംബെയിൽ 16-ാം തീയതി ഉച്ചയോടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞു. പിന്നെ വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു വെച്ചു. ഒന്നുമില്ല, അവരിങ്ങനെ നമ്മളെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു വിവരമില്ല. പിന്നെ നമ്മൾ ഈ ന്യൂസ് കാണുന്ന വിവരം തന്നെയും. 17 ഇന്ത്യൻ പൗരന്മാരാണ് കപ്പലിലുള്ളത്. ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.